ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ SCERT-ലെ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് സയൻസിലെ നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം പഠിച്ച് മുന്നോട്ട് പോകാം. ഫസ്റ്റ് വൺ പറയുന്നത് ചിങ്ങം 1 കർഷക ദിനം എന്നാണ്. അപ്പൊ ചിങ്ങം 1 എന്താണ്? കർഷക ദിനമാണ്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാവില്ല, എന്നാലും അറിയാത്തവർ ചിലപ്പോൾ ഉണ്ടായാൽ മേ ബി ഉണ്ടായാൽ അവർക്കൊക്കെ ഒന്ന് പഠിക്കാൻ നല്ലതാണ്. ചിങ്ങം 1 കർഷക ദിനം. ദെൻ നമുക്ക് നോക്കാനുള്ളത് ടാപ്പിയോക്ക പ്ലക്കർ ആണ്. എന്താണ് ടാപ്പിയോക്ക പ്ലക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മരച്ചീനി വിളവെടുപ്പിനുള്ള ലഘുയന്ത്രമാണെന്ന് നോക്കുക. ഓക്കെ, ടാപ്പിയോക്ക പ്ലക്കർ ഒരു മരച്ചീനി വിളവെടുപ്പിനുള്ള ലഘുയന്ത്രമാണ്. ദെൻ ഗന്ധകശാല എന്ന് പറയുന്നത് എന്താണ്? നെല്ലിനമാണ് എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഗന്ധകശാല എന്താണ്? നെല്ലിനമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പരിമിതിയുള്ള പ്ലേസുകളിലെല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികളാണ്. അപ്പോൾ ഒന്ന് പറയുന്നത് ചാക്കിലെ കൃഷിയാണ്, 2 അക്വാപോണിക്സ് ആണ്, ദെൻ പെറ്റ് ബോട്ടിലെ കൃഷി രീതി, അടുത്തത് വെർട്ടിക്കൽ ഫാമിംഗ്, ചെടിച്ചട്ടിയിലെ കൃഷി, ടെറസിലെ കൃഷി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. അപ്പോൾ എന്താ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് നോക്കാം. സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണിത് വെർട്ടിക്കൽ ഫാമിംഗ് എന്നുള്ളത്. ഓക്കെ, വെർട്ടിക്കൽ ഫാമിംഗ് എന്ന കൃഷിരീതി എന്തിനാണ്? സ്ഥലപരിമിതിയുള്ള പ്ലേസുകളിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്ത് പറയുന്നത്? വെർട്ടിക്കൽ ഫാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ്? അപ്പൊ അതിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെർട്ടിക്കൽ ഫാമിംഗ് എന്താ നോക്കാം. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് വളർത്തുന്നത്? ലംബമായിട്ട് അടുക്കി വെച്ചിട്ടുള്ള പാളികളിലാണ് നമ്മൾ വിത്തുകളൊക്കെ ഇറക്കിയിട്ട് കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലാണ് എന്ത് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. ഏതൊക്കെയാണ്? ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നതാണ് വെർട്ടിക്കൽ ഫാമിംഗിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോപോണിക്സ് രീതിയിലുള്ള കൃഷി രീതിയും എയറോപോണിക്സ് രീതിയിലുള്ള കൃഷി രീതിയും നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അടുത്തത് നോക്കിയേ, പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പരിമിതികൾ ഉള്ളിടത്തും നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്ത നോക്കിയേ, കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? കൃത്രിമമായ വെളിച്ചവും മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതാണ് വെർട്ടിക്കൽ ഫാമിംഗിന്റെ സവിശേഷത. ഇനി നമുക്ക് നോക്കാനുള്ളത് വളപ്രയോഗമാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് സസ്യ പോഷകങ്ങൾ എന്താന്നുള്ളതാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജന്, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു സസ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മണ്ണിൽ നിന്നും വേണ്ട മൂലകങ്ങളാണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അളവിൽ ഇവർ ആവശ്യമായത് കൊണ്ട് തന്നെ ഇവയെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? മാക്രോ ന്യൂട്രിയൻസ്, അതായത് മാക്രോ ന്യൂട്രിയന്റുകൾ എന്ന് പറയുന്നു. ഓക്കെ, എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ എങ്ങനെ മതി? സസ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ഇവയെ നമ്മൾ പറയുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസുകൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കൂടിയ അളവിൽ വേണ്ടതാണ്. ഓക്കെ, കൂടിയ അളവിൽ വേണ്ടതാണ് മാക്രോ ന്യൂട്രിയൻസ്, എന്നാൽ കുറഞ്ഞ അളവിൽ വേണ്ടതാണ് എന്ത്? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് ആണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയവയും. മൈക്രോ ന്യൂട്രിയൻസ് ആണ് ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയവയും. അപ്പോൾ വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് എന്ത് ചെയ്യുന്നത്? വളപ്രയോഗം നടത്തുന്നത്. ഓക്കെ, വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളപ്രയോഗം ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഇനി നമുക്ക് നോക്കാനുള്ളത്
വിവിധ തരം വളങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നമുക്ക് നോക്കാം, കൃത്രിമ വളങ്ങളാണ്. ഓക്കെ, അതിന് ഉദാഹരണമാണ് അമോണിയം ഫോസ്ഫേറ്റ്. എന്താണ് അമോണിയം ഫോസ്ഫേറ്റ്? യൂറിയ, അമോണിയം സൾഫേറ്റ്. ഓക്കെ, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് തുടങ്ങിയവ എന്താണ് കൃത്രിമ വളങ്ങൾക്ക് ഉദാഹരണമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് തുടങ്ങിയവ കൃത്രിമ വളത്തിന് ഉദാഹരണമാണ്. മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃത്രിമമായിട്ട് നമ്മൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് എന്ത് കൃത്രിമ വളം എന്ന് പറയുന്നത്. ഓക്കെ, മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് എന്ത് കൃത്രിമ വളങ്ങൾ എന്ന് പറയുന്നത്. അത് സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മുടെ സസ്യങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്തെടുക്കാൻ കഴിയും കൃത്രിമ വളങ്ങൾ. അപ്പോൾ അമിതമായ വളപ്രയോഗം, കൃത്രിമ വളങ്ങളുടെ അമിതമായ പ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും എന്ത് ചെയ്യും? ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, കൃത്രിമ വളങ്ങൾ. അപ്പോൾ കൃത്രിമ വളങ്ങൾ ഏതൊക്കെയാണ്? അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് ആൻഡ് യൂറിയ എന്നുള്ളത് മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് കൃത്രിമ വളങ്ങൾ എന്ന് പറയുന്നത്. ഇത് സസ്യങ്ങളെ എളുപ്പത്തിൽ ആഗിരണം ചെയ്യുകയും ഇതിന്റെ അളവ് കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നാനോ വളങ്ങളാണ്. എന്താണ് നാനോ വളങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. ഏതൊക്കെയാണ്? നാനോ യൂറിയ ഉണ്ട്, നാനോ ഫോസ്ഫേറ്റ് ഉണ്ട്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് തുടങ്ങിയവ എന്താണ് നാനോ വളങ്ങളാണ്. നാനോ ആ പദത്തിൽ തന്നെ നാനോ കണിക രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ്. ഓക്കെ, നാനോ പറഞ്ഞാൽ വളരെ ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ വളരെ ചെറുതായിട്ട് എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ നാനോ കണിക രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ് എന്ത് പറയുന്നത് നാനോ വളങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങൾ എളുപ്പത്തിൽ തന്നെ ആഗിരണം ചെയ്യാൻ കഴിയും. ഓക്കെ, കൃത്രിമ വളങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പെട്ടെന്ന് സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആഗിരണം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നാനോ വളങ്ങളും പെട്ടെന്ന് തന്നെ അവയ്ക്ക് സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്തത്, മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ ഇത് ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, വേറെയുള്ള വളങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ അളവിൽ ഉപയോഗിക്കുന്നത് നമ്മൾ നാനോ വളങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാൻ ചുരുങ്ങിയ അളവിൽ മാത്രം ഉപയോഗിക്കുന്ന വളങ്ങളാണ് എന്ത് പറയുന്നത് നാനോ വളങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, കൃത്രിമ ഘടകങ്ങളെ പോലെ എന്ത് ചെയ്യുന്നില്ല? മണ്ണിന്റെ രാസഘടനയെ ഒരിക്കലും മാറ്റം വരുത്തുന്നില്ലാത്ത ഒരു പ്രയോഗമാണ് ഇത് നാനോ വളങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് തുടങ്ങിയവ എന്താണ് നാനോ വളത്തിന് ഉദാഹരണമാണ്. നാനോ കണിക രൂപത്തിലാണ് ഈ കൃത്രിമ വളങ്ങൾ ഉള്ളത്. ഇനി സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റു വളങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത് കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ കൃത്രിമ വളങ്ങളെ പോലെയല്ല, ഇതൊരിക്കലും മണ്ണിന്റെ രാസഘടനയ്ക്ക് മാറ്റം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് നോക്കാം, ജീവാണുവളമാണ്. എന്താണ് ജീവാണുവളം? ജീവാണുവളത്തിന് ഉദാഹരണമാണ് റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ. ഏതൊക്കെയാണ്? റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ തുടങ്ങിയവയൊക്കെ എന്താണ് ജീവാണുവളത്തിന് ഉദാഹരണമാണ്. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. എന്താണ്? സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ജീവാണുവളം എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നതാണ്. ആ സൂക്ഷ്മജീവികൾ എന്തിനു വേണ്ടിയിട്ടാണ്? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ മണ്ണിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത് ഈ സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നത്. നമ്മുടെ റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ എന്നുള്ളവയൊക്കെ മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? മണ്ണിന്റെ ഘടനയ്ക്കോ അവിടെയുള്ള വിഘാടകർക്കോ ഒന്നും ദോഷം ചെയ്യാത്ത വളപ്രയോഗമാണ് എന്ത് ജീവാണു വളപ്രയോഗം. അപ്പൊ ജീവാണു വളപ്രയോഗത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ. ദെൻ നൈട്രജൻ, ഫോസ്ഫറസ് സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. ഇനി അടുത്തത് ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാവുന്ന വളം ഏതാണ്? അത് ജൈവവളമാണ്. ഓക്കെ, ജൈവവളം. ജൈവവളത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? നമുക്കറിയാം, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്. ഓക്കെ, മണ്ണിര കമ്പോസ്റ്റ്. പിന്നെ ഏതാ? വളം, കാലിവളം എന്ന് പറയാം നമുക്ക്. ചാണകം തുടങ്ങിയൊക്കെ. ഓക്കെ, അവയൊക്കെ നമുക്ക് കാലിവളത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ കാലിവളം, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയൊക്കെ എന്താണ് ജൈവവളത്തിന് ഉദാഹരണങ്ങളാണ്. ഫസ്റ്റ് വൺ തന്നെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ. ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ജൈവവളം ഉണ്ടാക്കുന്നത്. മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഇത് ദോഷം ചെയ്യുന്നില്ല. ഓക്കെ, മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും എന്ത് ചെയ്യുന്നില്ല? ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. ആരുടെ പ്രയത്നമാണ് അവിടെ നടക്കുന്നത്? വിഘാടകരുടെയാണ്. അപ്പൊ വിഘാടകര്
സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. എങ്ങനെയാണ് അവ വിഘാടകരുണ്ടാകുന്ന വിഘടന പ്രക്രിയ വളരെ കാലതാമസം എടുക്കുകയും ചെയ്യും. അതുപോലെ പോഷകങ്ങൾ അളവിൽ കുറവാവുകയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജൈവവളത്തിന് ഉദാഹരണമാണ് എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, കാലിവളം തുടങ്ങിയവ. അത് ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ഒരു ദോഷവും ചെയ്യുന്നില്ല. വിഘാടകർ സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് ഇതിൽ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പോഷകങ്ങൾ വളരെ കുറഞ്ഞ അളവിലായിരിക്കും എന്നുള്ളതും വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കുന്നു എന്നുള്ളതും ജൈവവളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലീഫ് കളർ ചാർട്ടാണ്. എന്താണ് ലീഫ് കളർ ചാർട്ട്? ലീഫ് കളർ ചാർട്ട് ധാന്യവിളകളിൽ, ഏത് വിളകളിലാണ്? ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എത്രത്തോളം നൈട്രജൻ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ധാന്യവിളകളിൽ നടത്തുന്ന ഒരു മാർഗമാണ്, നൈട്രജന്റെ അളവ് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത്. അത് ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ലീഫ് കളർ ചാർട്ടിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ അതിലെ ഇല നോക്കിയിട്ടാണ് ഇതിൽ നൈട്രജന്റെ കൂടുതലും കുറവും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ലീഫ് കളർ ചാർട്ട്. ഓക്കെ, അപ്പൊ ഇളം പച്ച നിറമാണെങ്കിൽ അവിടെ നൈട്രജന്റെ കുറവുണ്ടെന്നും കടും പച്ച നിറമാണെങ്കിൽ അവിടെ നൈട്രജൻ ആവശ്യത്തിനുണ്ട് എന്നുമുള്ളത് ലീഫ് കളർ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? കടും പച്ച കളർ ആണെങ്കിൽ എന്താണ്? അവിടെ നൈട്രജൻ എന്തുണ്ട്? നല്ല കൂടുതലുണ്ട് എന്നുള്ളതും, എന്നാൽ ഇളം പച്ച നിറമാണെങ്കിൽ നൈട്രജന്റെ അഭാവമാണുള്ളത്, കുറവാണുള്ളത് എന്നുള്ളതാണ് നമുക്കതിന്ന് ലീഫ് കളർ ചാർട്ട് കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ലീഫ് കളർ ചാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രയും നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പോവാം. ഇനി നമ്മുടെ നാടൻ ഇനങ്ങളെ കുറിച്ച് പറയുകയാണ്. നാടൻ ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക പരിസ്ഥിതിയോട് വളരെ ഇണങ്ങി വളരുന്ന ഇനങ്ങളാണ് എന്ത് പറയുന്നത്? നാടൻ ഇനങ്ങൾ എന്ന് പറയുന്നത്. അവ ആ പ്രദേശത്തെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ സ്വാഭാവികമായ ഒരു പ്രതിരോധം ആർജിച്ചിരിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം എന്നുള്ളതാണ് നാടൻ ഇനങ്ങളുടെ പ്രത്യേകത. ഓക്കെ, പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമായിട്ടുള്ള ഒന്നാണ് എന്ത്? നാടൻ ഇനങ്ങൾ. വളങ്ങളും വളരെ കുറച്ച് മാത്രം മതി എന്നതിനാൽ ചെലവ് കുറയ്ക്കാവുന്നതാണ് നാടൻ ഇനങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് മേന്മയുള്ള നടീൽ വസ്തുക്കളാണ് പറയുന്നത്. എന്താ മേന്മയുള്ള നടീൽ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, വർഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിള. ഏതൊക്കെയാണ്? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, വർഗസങ്കരണം, ടിഷ്യൂ കൾച്ചർ, GM വിള തുടങ്ങിയവ. ഇനി നമുക്ക് എന്താ ഇതെല്ലാം ഒന്ന് നോക്കാം. GM വിളകളും ടിഷ്യൂ കൾച്ചറും ആണ് ഇവിടെ പറയുന്നത്. GM വിളകളുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്. ഓക്കെ, GMന്റെ ഫുൾ ഫോം എന്താണ്? ജെനറ്റിക്കലി മോഡിഫൈഡ്. ഓക്കെ, ജെനറ്റിക്കലി മോഡിഫൈഡ്. അപ്പൊ ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏത് വഴിയാണ്? ജനിതക എഞ്ചിനീയറിംഗ് വഴി എന്ത് ചെയ്യുന്നു? ജനിതക ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർന്നിട്ടുള്ളൊരു വിളയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാർഗമാണ് GM വിളകൾ എന്ന് പറയുന്നത്. അവയ്ക്ക് എന്താണ് ഉദാഹരണമാണ്? കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടികളും കളനാശിനികൾ പ്രതിരോധിക്കുന്ന സോയാബീനും വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്ന നെല്ലിനങ്ങൾ എന്നിവ GM വിളകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ GM വിള എന്ന GMന്റെ ഫുൾ ഫോം എന്താണ്? ജെനറ്റിക്കലി മോഡിഫൈഡ്. അത് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ജനിതക ഘടനയ്ക്ക് വ്യത്യാസം വരുത്തി അവരുടെ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിന് ഉദാഹരണങ്ങളാണ് കീടബാധ ചെറുക്കാൻ സഹായിക്കുന്ന പരുത്തിച്ചെടിയും കളനാശിനികൾ പ്രതിരോധിക്കുന്ന സോയാബീനും വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിനങ്ങളും. ഇനി എന്താണ് ടിഷ്യൂ കൾച്ചർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള, എങ്ങനെയാണ്? മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ. അപ്പോൾ മാതൃസസ്യത്തിന്റെ അതേ ഗുണത്തോടു കൂടിയിട്ടുള്ള ധാരാളം സസ്യങ്ങളെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. അതിന് സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും കലകളെ വേർതിരിച്ച് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? സസ്യത്തിന്റെ കലയിൽ നിന്ന്, അനുയോജ്യമായ ആ മാതൃസസ്യത്തിന്റെ കലയിൽ നിന്നും ആണ് ആ കല എടുത്തുകൊണ്ട് അതൊരു പ്രത്യേക പോഷക മാധ്യമത്തിൽ ഇട്ടുകൊണ്ട് വളർത്തിയാണ് നമ്മൾ തൈച്ചെടികൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഹരിതഗൃഹമാണ് പറയുന്നത്. എന്താണ് ഹരിതഗൃഹം എന്ന് പറയുന്നത്?
മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് എന്ത്? ഹരിതഗൃഹം. ഹരിതഗൃഹം എപ്പോഴാണ്? മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഹരിതഗൃഹം നിർമ്മിച്ചിരിക്കുന്നത് നോക്കാം. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എഥിലിൻ, ആരൊക്കെയാണ്? പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എഥിലിൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും. അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഹരിതഗൃഹം എന്ന് പറയുന്നത്. ഇവിടെ ഹരിതഗൃഹമായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റ് പറയുന്നത് പ്ലാസ്റ്റിക്, നൈലോൺ ഓർ പോളി എഥിലീൻ ആണ് യൂസ് ചെയ്യുക. ഇനി എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ തന്നെ കീടരോഗബാധ കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും എന്നുള്ളതാണ്. അടുത്തത് തുള്ളി നനയാണ്. ഓക്കെ, തുള്ളി നന എന്ന് പറയുന്നത് ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതിയാണിത്. ഓക്കെ, എങ്ങനെയാണ്? നേരിട്ട് വേരുപടലത്തിലേക്ക് വീഴ്ത്തിയിട്ടാണ് ജലത്തെ തുള്ളികളായിട്ട് പൈപ്പുകളിലൂടെയോ വാൽവുകളിലൂടെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് വേരുപടലത്തിലേക്ക് വീഴ്ത്തിക്കുന്ന രീതിയാണ് അങ്ങനെയുള്ള ഒരു ജലസേചന രീതിയാണ് എന്ത്? തുള്ളി നന എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജലനഷ്ടം എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും തുള്ളി നനയിലൂടെ. ഓക്കെ, അപ്പൊ തുള്ളി നന എന്ന് പറയുന്നത് എന്താണ്? ജലത്തെ തുള്ളിയായിട്ട് എവിടേക്ക്? വേരുപടലത്തിലേക്ക് വീഴ്ത്തുന്നു പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിയും. ഇനി തിരിനനയാണ്. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ തന്നെ മനസ്സിലാക്കാം. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്കാണ്. ഓക്കെ, വേരുപടലത്തിന്റെ സമീപത്തേക്കാണ് എന്ത്? പരുത്തി തുണി കൊണ്ടുള്ള തിരി വഴി ജലം എത്തിക്കുന്നത്. ഓക്കെ, ജലം നേരിട്ട് എത്തിക്കുന്ന രീതി. ഇനി തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിനു വേണ്ടി വരൂ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? തുള്ളി നനയേക്കാൾ കുറച്ച് ജലമാണ്. തുള്ളി നന എന്ന് പറയുന്നത് നമ്മൾ വേരുപടലത്തിലേക്ക് നേരിട്ടിട്ടാണ്, എന്നാൽ ഇത് വേരുപടലത്തിന് സമീപത്തേക്കാണ് ജലം എത്തിക്കുന്നത്. പിന്നെ എന്താണ്? കുറച്ച് ജലം, പരമാവധി നമുക്ക് ജലസേചനം കുറയ്ക്കാൻ പറ്റും. കുറച്ച് ജലം മാത്രമേ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. തുള്ളി നനേനെക്കാട്ടിൽ അപേക്ഷിച്ച് തിരിനനയാണ് കുറച്ച് ജലം മാത്രം വേണ്ടി വരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പുതയിടലാണ്. പുതയിടൽ കുറെ പേര് ആർക്കെങ്കിലും ഒക്കെ അറിയണ്ടായിരിക്കാം. ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോല് എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് എന്ന് പറയുന്നത് പുതയിടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കരിയിലകളും വൈക്കോലുകളും എന്ത് ചെയ്യുന്നു? കൃഷിയിടത്തിലെ മണ്ണിന്റെ മേളിൽ കൊണ്ടുപോയി ഇടുന്നു. ഇതൊരു പരമ്പരാഗത രീതിയാണ് പുതയിടൽ എന്ന് പറയുന്നത്. ഇത് കളകളുടെ വളർച്ച കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മണ്ണിനെ ജൈവസമ്പുഷ്ടമാക്കാൻ കഴിയും. ഓക്കെ, കളകളുടെ വളർച്ച കുറയ്ക്കാനും മണ്ണിന്റെ ജൈവസമ്പുഷ്ടത വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് പുതയിടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പുതയിടൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കീടനിയന്ത്രണമാണ്. അപ്പോൾ കായതുരപ്പൻ എന്ന് പറയുന്നത് കീടം പയറിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, കായതുരപ്പൻ എന്തിനെയാണ്? പയറിനെയാണ്. തുരപ്പൻ, ഓക്കെ, തുരപ്പൻ പയറിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, കായതുരപ്പൻ എന്ന് പറയുന്നത് പയറിനെയാണ്. തുരപ്പൻ എവിടെയാണ് ഉണ്ടാകുന്നത്? പയറിൻതോട്ടത്തിലാണ് തുരപ്പന്മാരുള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ കായതുരപ്പൻ പയറിനെയും ഇല ചുരുട്ടിപ്പുഴു വെണ്ടേനെയും. ഓക്കെ, ഇല ചുരുട്ടിപ്പുഴു എവിടെയാണ്? വെണ്ടയിലാണുള്ളത്. ഇല ചുരുട്ടിപ്പുഴു വെണ്ട. തണ്ട് തുരപ്പൻ, ഒരു തുരപ്പനെ കായ തുരക്കുകയാണെങ്കിൽ പയറിലും, തണ്ടാണ് തുരക്കുന്നതെങ്കിൽ അത് വഴുതനയുടെ തണ്ടിനെയാണ് തുരക്കുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, തണ്ട് തുരപ്പൻ വഴുതനയുടെ മണ്ടയിലാണെന്ന് ആലോചിക്കുക. അപ്പൊ കായ തുരപ്പൻ എന്ന് പറയുന്നത് എന്താണ്? പയറിനെയാണ്. ഇല ചുരുട്ടിപ്പുഴു വെണ്ടേനെയാണ്. ദെൻ തണ്ട് തുരപ്പൻ എവിടെയാണ്? വഴുതനേനെയാണ് ബാധിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് കീടനിയന്ത്രണം നടത്താം എന്നുള്ളതാണ് സംയോജിത കീടനിയന്ത്രണം. ഓക്കെ, സംയോജിത കീടനിയന്ത്രണം. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്ന് അറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം നിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, എന്തൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കീടനിയന്ത്രണ മാർഗം തിരഞ്ഞെടുക്കാൻ? കീടങ്ങളുടെ സാന്ദ്രത, എത്രത്തോളം കീടങ്ങളുണ്ട്, അപ്പൊ കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം, ഈ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം? കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പൊ മുഴുവൻ കീടങ്ങളെ കൊന്നൊടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകന്റെ ആവശ്യം. ഓക്കെ, അവയുടെ എന്താണ്? കീടങ്ങളുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, കീടങ്ങളുടെ പെരുകൾ നിയന്ത്രിക്കുക. അപ്പോൾ
പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. ഇതൊരിക്കലും പരിസ്ഥിതിക്ക് ആരോഗ്യത്തിനും ദോഷകരമായിട്ടുള്ള കീടനാശിനികൾ നമ്മൾ അധികം ഉപയോഗിക്കേണ്ട. പകരം എന്താ ചെയ്യുന്നത് നോക്കിയേ, പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങളും മിത്രകീടങ്ങളും കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണെന്ത്, സംയോജിത കീടനിയന്ത്രണം. ഓക്കെ, അപ്പൊ എന്താണ് സംയോജിത കീടനിയന്ത്രണം? പലതരത്തിലുള്ള വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങളും മിത്രകീടങ്ങളും കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണെന്ത്, സംയോജിത കീടനിയന്ത്രണം. അപ്പോൾ കീടനാശിനികളുടെ നമ്മുടെ പരിസ്ഥിതിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ള രീതിക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടെയും മിത്രകീടങ്ങളുടെ സഹായത്തോടെയും അല്ലെങ്കിൽ കീടബാധ ചെറുക്കാനുള്ള അത്യുൽപാദന വിത്തിനങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണെന്ത്, സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കീടങ്ങൾ പെരുകുകയും ഇനി വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് കീടങ്ങൾ സംയോജിത കീടനിയന്ത്രണ മാർഗത്തിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കീടങ്ങൾ പെരുകുകയും വളരെ വിളനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയേറുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും കീടനാശിനികൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്? സംയോജിത കൃഷിക്ക് ഒരു ഉദാഹരണം തന്നെ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികള്, മത്സ്യങ്ങള്, മൃഗങ്ങള് എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയല്ലേ? ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണെന്ത്, സംയോജിത കൃഷി എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്ന കൃഷി രീതിയാണ് ഇത് സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് സംയോജിത കൃഷി രീതിയുടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം സ്മാർട്ട് ഫാമിംഗ് എന്താണെന്നുള്ളത്. സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം, ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്മാർട്ട് ഫാമിങ്ങിന്റെ ഉദാഹരണങ്ങളാണ് AI ഉണ്ട്, നിർമ്മിത ബുദ്ധി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ദെൻ ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. അപ്പൊ നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് നിർമ്മിത ബുദ്ധി കൊണ്ട് AI കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം. ഓക്കെ, എന്തൊക്കെയാണ്? വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അവയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും നമ്മൾ നിർമ്മിത ബുദ്ധിയുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്ന പരിഹാര മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. അടുത്തത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. സെൻസറുകളുടെ സഹായത്താൽ സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂഷ്ഠിത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നതാണെന്ത്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ തന്നെ ഉണ്ട്. ഓക്കെ, യന്ത്ര സഹായത്താലാണ്, സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂഷ്ഠിത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ നമുക്ക് പ്രശ്നപരിഹാരം ഒരുക്കാൻ പറ്റുന്നതാണ് സംവിധാനമാണെന്ത്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ്. അടുത്തത് എയറോപോണിക്സ് ആണ്. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നതാണ് എയറോപോണിക്സ്. അപ്പൊ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് വിളകളുമായി
അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വിവരങ്ങൾ പങ്കെടുത്തിട്ട് AI സഹായത്തോടെ പ്രശ്നപരിഹാര മാർഗം കണ്ടെത്തുക. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് സെൻസറുകളുടെ സഹായത്താൽ ജലാംശ ഫലഭൂഷിത കീടബാധ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാരം. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ അവയ്ക്ക് പോഷകത്തിന്റെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇനി വിപണനമാണ് പറയുന്നത്. കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വിപണനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ഇവിടെ കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ, അല്ല, നമുക്കിന്ന് വിപണനവും സ്മാർട്ട് ആവണം. അപ്പോൾ നമ്മൾ കൃഷിയിടങ്ങളിൽ സെൻസറുകൾ, ഡ്രോണുകൾ, എയർ ക്യാമറകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിപണനം സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ബോക്സ് വായിച്ചു നോക്കാം. കൃഷി മാത്രം സ്മാർട്ട് ആയാൽ മതിയോ? ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഈ കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണനവും സ്മാർട്ട് ആവേണ്ടതല്ലേ? വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനും സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാനാവില്ലേ? കൃഷിയിടങ്ങളുടെ സെൻസറുകളും ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം. അതായത് നമ്മുടെ വിപണനത്തിൽ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ വിത്തിറക്കുന്നത് മുതൽ നമ്മുടെ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളിലോട്ട് നേരിട്ട് എത്തിച്ചുകൊണ്ട് അത് ഏതിലൂടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക? സെൻസറുകളുടെയും ഡ്രോണുകളുടെയും AI ക്യാമറകളിലൂടെയും നമ്മൾ ഈ പ്രോസസ്സ് മറ്റുള്ളവരിലേക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിപണനം നടത്താം. ഓക്കെ, ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് അത് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും നമുക്ക് ഇതിലൂടെ കഴിയുമെന്നുള്ളതാണ്. ഇനി ഭൗമസൂചിക പദവി. അപ്പോൾ ഭൗമസൂചിക പദവിയുടെ കാര്യമാണ് പറയുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഈ പദവി നൽകുന്നത്. ഓക്കെ, ഭൗമസൂചിക പദവി നൽകുന്നത് ആരാണ്? കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഭൗമസൂചിക പദവി നൽകുന്നത്. അപ്പൊ ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങളാണ് പാലക്കാടൻ മട്ടയരി ഉണ്ട്, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില എന്നിവയൊക്കെ എന്താണ്, ഭൗമസൂചിക പദവി ലഭിച്ചതാണ്. അപ്പൊ ഭൗമസൂചിക പദവി ആരാണ് അംഗീകാരം നൽകേണ്ടത്? കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ്. ഇനി നമുക്ക് നോക്കാം, കൃഷിയുടെ വൈവിധ്യമാണ് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ കൃഷി എന്നാണ് ചോദ്യം. അല്ലല്ലോ. ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, പക്ഷി വളർത്തൽ, ഔഷധ സസ്യ കൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്തുക, ഇതെല്ലാം എന്താണ്, കൃഷിയിൽപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, ഇനി കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ, ഇന്ന് നമ്മുടെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധമായ വിദഗ്ധ ഉപദേശങ്ങൾ, വിപണി നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകൾ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കും. ഓക്കെ, അങ്ങനെ പാഠം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പ്രവർത്തനം കൂടി നോക്കിയിട്ട് നിർത്താം. അപ്പൊ ഫസ്റ്റ് വണ്, സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒന്ന് വെർട്ടിക്കൽ ഫാമിംഗ്, ദെൻ എന്ത് ചെയ്യും, മട്ടുപാവിലെ കൃഷി രീതി, ചാക്കിലെ കൃഷി എന്താണ്, സ്ഥലപരിമിതി ഉള്ളിടത്ത് ചെയ്യാൻ പറ്റിയ കൃഷി രീതി. ഇനി കൃത്രിമ വളങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. കൃത്രിമ വളമാണ് യൂറിയ, കൃത്രിമ വളമാണ്. അമോണിയം ഫോസ്ഫേറ്റ് എന്താണ്, കൃത്രിമ വളമാണ്. ഇനി സൂപ്പർ ഫോസ്ഫേറ്റ് എന്താണ്, കൃത്രിമ വളമാണ്. ദെൻ കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവ എന്താണ്, ജൈവവളമാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഉൾപ്പെടാത്ത ഒന്നും കൂടി ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. സൂപ്പർ ഫോസ്ഫേറ്റ് എന്താണ്, കൃത്രിമ വളമാണ് സൂപ്പർ ഫോസ്ഫേറ്റ്. അമോണിയം ഫോസ്ഫേറ്റും യൂറിയ നമുക്കറിയാം, അതുപോലെ തന്നെ സൂപ്പർ ഫോസ്ഫേറ്റ് എന്താണ്, കൃത്രിമ വളമാണ്.